ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോഗ് ഫുഡാണ്. അഡൾട്ടിനുള്ളതല്ല, ഇത് പപ്പീസിനുള്ള ഡോഗ് ഫുഡാണ്. പക്ഷേ ഞാനിത് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇലവന്തിട്ട ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടായിരുന്നു. ഒരു പട്ടി വിശന്നിട്ടാണെന്ന് തോന്നുന്നു റോഡിലെ മഴ പെയ്തിട്ട് ചില വെള്ളം കിടപ്പുണ്ടായിരുന്നു. ആ വെള്ളം കുടിക്കുന്ന കണ്ടു. ആ പട്ടിയെ മുന്നേ കണ്ട് പരിചയമുണ്ട്. കാരണം ഇത് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ പോർച്ചിലും അതേപോലെ അടുത്ത വീടിൻ്റെ ആ ഷെഡിൻ്റെ അവിടെയൊക്കെ വന്ന് കിടക്കാറുണ്ടായിരുന്നു. ഇത് ശല്യമൊന്നുമുള്ളൊരു പട്ടിയല്ല, കാരണം നമ്മുടെ ചെരുപ്പൊക്കെ വെളി കിടന്നാൽ അതിലൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ എനിക്ക് തോന്നുന്നത് പണ്ടേത് വീട്ടിൽ വളർത്തിയിരുന്ന പട്ടിയാണ്. ഇതിൻ്റെ രോമമൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയപ്പം അവർ ഈ ജംഗ്ഷനിൽ എവിടെയോ കൊണ്ട് ഉപേക്ഷിച്ചതാണ്. അതിപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുഡ് കിട്ടി അങ്ങനെ കഴിയുകയാണ്. ഇവിടെ ഒരുപാട് തെരുവ് പട്ടികളുണ്ട്, അതിൻ്റെ കൂടെ ഒന്നും ഇതിനെ കണ്ടില്ല. ഇതെപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ തെരുവ് പട്ടിയുടെ കൂടെ ഒന്നും കറങ്ങിടുന്ന ശീലമില്ലാത്തൊരു ഡോഗാണ്. അതുകൊണ്ടായിരിക്കും എപ്പോഴും ഒറ്റയ്ക്കാണ്. ആരെങ്കിലൊക്കെ റോഡിൽ നിന്നൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു പട്ടിയാണിത്. പക്ഷേ ഈയിടെയായിട്ട് ഞങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലൊക്കെ ഫുഡ് സ്ഥിരമായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പം ഞങ്ങളുടെ ഭാഗത്തോട്ടുള്ള വരവ് നിന്നതാണെന്ന്. പക്ഷെ ഇപ്പോൾ ഇത് നന്നായിട്ട് വിശന്നിട്ടുണ്ട്, കാരണം റോഡിലെ വെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഈ ഫുഡ്, പപ്പി ഫുഡെങ്കിൽ പപ്പി ഫുഡ് അതുകൊണ്ട് കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അത് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനൊരു വട്ടയില പറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വട്ടയില ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഈ ഫുഡൊന്ന് കൊടുത്തു നോക്കുകയാണ്. ഇത് അഡൾട്ട് ഡോഗിനുള്ളതല്ല, പപ്പീസിനുള്ളതാണ്. അത് തന്നെയല്ല, ഈ ഫുഡൊക്കെ ഇത് കഴിച്ച് ശീലമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കഴിച്ചോ? കണ്ടോ, അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നന്നായിട്ട് വിശന്നായിരുന്നു കേട്ടോ. കൊടുത്തില്ലേ കഷ്ടമായിപ്പോയി. ഞാനിങ്ങനെ തെരുവുനായകൾക്ക് ഈ ഫുഡൊക്കെ കൊടുക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചീത്തോളി ഉറപ്പാണ്. കാരണം നമ്മുടെ നാട്ടിലെല്ലാവരും ഈ തെരുവുനായകളെ ഒരു അറപ്പോടും അതേപോലെ പേടിയോടും കാണുന്ന ഒരു സമയമാണ്. പലയിടത്തും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ തെരുവിൽ കാണുന്ന നായ്ക്കളെല്ലാം ഇവിടെ നിന്ന് ജനിച്ചൊന്നുമല്ല. പല വീട്ടിലും ആളുകൾ വളർത്തിയിട്ട് അവർക്ക് വേണ്ടാതെ വരുമ്പോൾ കൊണ്ട് റോഡിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നായകൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ വീടിൻ്റെ അടുത്തും അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് ഫുഡിന് വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്, അല്ല നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നുമല്ല. പിന്നെ ഇങ്ങനെയുള്ള ഡോഗ്സൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, കാരണം അത് പിന്നീട് ശല്യമാകും. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് പോകാത്ത അവസ്ഥ ഉണ്ടാകും. പക്ഷെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അത് മറ്റെങ്ങും ഫുഡ് കിട്ടാത്ത സമയത്ത് ഒന്ന് കറങ്ങി തിരിച്ചു വരുവതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഡോഗ്സ് ഞങ്ങളുടെയൊക്കെ വീട്ടിലെത്താറുണ്ട്. ഇങ്ങനെ ചിലപ്പം ആഴ്ചയിൽ ഒരിക്കലാവും, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കാം. ഡെയിലി വരുന്ന ഡോഗ്സിനൊന്നും നമ്മളങ്ങനെ പ്രോത്സാഹനം കൊടുക്കാറില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.